ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ അതിശക്തമായി തുടരുമ്പോൾ കടുത്ത യുദ്ധമുന്നറിയിപ്പുമായി മുന്നോട്ടു പോവുകയാണ് ഖമേനി ഭരണകൂടം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ നിഴൽ നീളുന്നുവെന്ന സൂചന നൽകുന്ന തരത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വാക്കുകളുടെ പോരാട്ടം കടന്ന് ഭീഷണികളുടെ ഭാഷയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത്. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിന്റെ ഹൃദയഭാഗമായ പലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ച ഭീമൻ ബാനർ വെറും ഒരു പ്രചാരണ പോസ്റ്റർ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യമിട്ട് ഇറാൻ ഉയർത്തുന്ന തുറന്ന യുദ്ധ സന്ദേശമായാണ് അത് വിലയിരുത്തപ്പെടുന്നത്. ഈ ബാനറിലൂടെ ഇറാൻ നൽകുന്ന സന്ദേശം അതീവ വ്യക്തമാണ്. IDF അഥവാ ഇസ്രായേൽ പ്രതിരോധ സേനയോ അമേരിക്കൻ സൈന്യമോ ഇറാനെ ആക്രമിച്ചാൽ പ്രതികാരം ഇസ്രായേലിന്റെ മണ്ണിലേക്കാണ് പതിക്കുക. അതും ഒരു ചെറിയ മറുപടിയല്ല, മറിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമെന്ന അതിശക്തമായ മുന്നറിയിപ്പാണ് ബാനറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലയായ മിഡിൽ ഈസ്റ്റിൽ ഇത്തരം ഒരു പരസ്യ ഭീഷണി ഉയർന്നത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം എത്രത്തോളം അപകടകരമായി മാറിയിരിക്കുകയാണ് എന്നതിന്റെ തെളിവായി മാറുന്നു. പ്രശസ്ത മാധ്യമമായ വിയോണാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതെങ്കിലും പ്രസ്തുത ബാനറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സത്യമാണോ എന്ന് തങ്ങൾ സ്വതന്ത്രമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ലെന്ന് വിയോൺ അറിയിച്ചു. എന്നിരുന്നാലും ബാനർ സ്ഥാപിച്ചതും അതിലെ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതും ഇറാൻ തങ്ങളുടെ നിലപാട് വെറും നയതന്ത്ര പ്രസ്താവനയിൽ ഒതുക്കാതെ തുറന്ന മുന്നറിയിപ്പായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു. ഇതോടെ ഇറാനിൽ ഉയർന്ന ഈ ബാനർ ഒരു രാജ്യത്തിന്റെ ഭീഷണി മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുകയാണ്. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴിവാക്കണമെന്ന് US ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഫെബ്രുവരി 7 അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ, US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചതും ഇറാനെ ചുറ്റും US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചതും സംഘർഷം കൂടുതൽ കടുപ്പിച്ചതായി വിലയിരുത്തപ്പെടുന്നു. കൂടാതെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതും സ്ഥിതി അതീവ ഗുരുതരമാണെന്ന സൂചനയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇറാൻ തന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിലപേശാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ കരാർ ചർച്ചകൾക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരു കരാർ ഉണ്ടാകണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണമോ ആണവായുധമോ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ ഭൂപട ഭീഷണിയും അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇസ്രായേലിന്റെ ജാഗ്രതാ നിലപാടുകളും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ അപകടകരമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ നൽകുന്നത്. ഇപ്പോൾ പുറത്തുവന്ന ബാനറും ഭൂപടവും വെറും ഒരു മുന്നറിയിപ്പായി മാത്രം നിൽക്കുമോ, അല്ലെങ്കിൽ യഥാർത്ഥ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.